ഹലോ ഗൈസ്, കുറേ നാൾക്ക് ശേഷം ഫാമിലി ആയിട്ട് ഒരു പടത്തിന് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് അങ്ങനെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ് പടത്തിന് പോകാനായിട്ട്. അപ്പോൾ ഉപ്പിയുടെ ഓട്ടോറിക്ഷ ഉണ്ട്, അപ്പോൾ അതിലങ്ങോട്ട് പോവുകയാണ്. കൂടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. ആലുവയിലെ കാസിനോ എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് പോകുന്നത്. ഇപ്പോൾ പാട്രിയോട്ട് മൂവിക്കാണ്. മമ്മൂട്ടി മോഹൻലാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കേണ്ട പടമായതുകൊണ്ട് പടത്തിന് അതിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് കിട്ടുമെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് നേരത്തെ തന്നെ അതൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു പടം. സീറ്റിൻ്റെ കാര്യത്തിൽ എന്നും പതിവ് പോലെ ഉപ്പയും അമ്മയും ഒരറ്റത്ത് തന്നെ ഇരിക്കുന്നു. എപ്പോഴും സീറ്റ് ബുക്ക് ചെയ്താലും അതെ ഒരറ്റം പിടിച്ചാണ് അവർ ഇരിക്കുകയുള്ളൂ. അതാണ് അവർക്കിഷ്ടം. ഞങ്ങൾ നേരത്തെ പോകുന്നതുകൊണ്ട് പടം തുടങ്ങാൻ സമയമുണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരസ്യമൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. പടം അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ടൈറ്റിൽ കാർഡ് എടുക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു. എന്നാലുള്ളൂ അത് വെച്ച് സ്റ്റാറ്റസ് ഇടാൻ പറ്റുള്ളൂ. ഒരുപാട് നടീനടന്മാരുള്ള പടമായതുകൊണ്ട് എല്ലാവരും ഇൻട്രോസ് എങ്ങനെയെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ത്രില്ലിലായിരുന്നു ഞങ്ങൾ ആദ്യം. പക്ഷെ വിചാരിച്ച പോലെ അല്ലായിരുന്നു. എല്ലാവരും ഇൻട്രോ ഭയങ്കര സിമ്പിളായിപ്പോയി. അതുകൊണ്ട് ഭയങ്കര ഒരു നിരാശ പോലെ തോന്നിയായിരുന്നു. അപ്പോഴേക്കും ഇൻ്റർവെല്ലായി. പിന്നെ അതൊരു പോപ്കോൺ മേടിച്ചു കൊടുത്തു, ഒരു കുപ്പിയുടെ വെള്ളം മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഉമ്മ അത് കഴിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി വന്നപ്പോഴേക്കും അവർക്ക് പിന്നെയും പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രണ്ടാമത് മേടിച്ചു, ഉപ്പിക്ക് കൊടുത്തു. പക്ഷെ ഉപ്പിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് അനിയന് കൊടുത്തു. പിന്നെ പോപ്കോണൊക്കെ തിന്നുകൊണ്ടിരുന്ന് സെക്കൻഡ് ഹാഫിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ എൻട്രിയൊക്കെ സെക്കൻഡ് ഹാഫിലായിരുന്നു. അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ വീടെത്തിയപ്പോൾ ഒരു 11:30-11:45. പിന്നെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഉറക്കം വന്നുകൊണ്ട് കിടക്കാൻ പോകണം. അപ്പം ശരി എന്നാൽ.